പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കുള്ള സാവകാശം ഈ മാസം 16 വരെ നീട്ടി. റൂറൽ എസ്.പിയുടെ അപേക്ഷയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. അതുവരെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി മറ്റ് ഉത്തരവിറക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, ഈ മാസം 9 വരെയായിരുന്നു നേരത്തെ നടപടിക്കുള്ള സ്റ്റേ. ഇതായപ്പോൾ 16 വരെ നീട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, അതായത് ഈ മാസം 9 വരെ അങ്ങനെ ഒരു വിലക്ക് ഹൈക്കോടതി നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. ഈ 9-ന് കേസ് വീണ്ടും പരിഗണിക്കാൻ ഈ മാസം 9-ന് കേസ് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇന്നലെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. 9-നകം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കണം. അതായത് 9-ന് മുൻപ് ഈ ആളുകളെ കുടിയൊഴിപ്പിക്കണം എന്ന ഒരു ഉത്തരവ് മുൻസിഫ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നാളെ ആക്ഷന് പോലീസ് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. സമരക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. LDF, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുകയും പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് കോടതിയിൽ വീണ്ടും കേസെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 വരെ തടഞ്ഞത്. അപ്പോൾ മുൻസിഫ് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ എറണാകുളം റൂറൽ SP ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ അവിടെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഒരു കക്ഷി ചേരൽ ഹർജി. അപ്പോൾ കക്ഷി ചേർന്നതിന് ശേഷം SP ഈ ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മുൻസിഫ് കോടതിയുടെ നടപടികൾ തടയണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ജസ്റ്റിസ് TR രവി ഈ കേസ് പരിഗണിക്കുകയും അതിൽ യാതൊരു തുടർ നടപടിയും ഉണ്ടാവാൻ പാടില്ല 16 വരെ എന്ന് ഉത്തരവിടുകയുമാണ്. ആ 16-ന് കേസ് വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ലെങ്കിലും 16-ന് കേസ് വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതുവരെ ഒരു നടപടിയും പോലീസ് ആക്ഷനും അവിടെ പാടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, അതിനിടയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, മറ്റു ഉത്തരവുകളൊന്നും ഇറക്കാനും പാടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ സമരവുമായി പ്രതിരോധവുമായി മുന്നോട്ട് പോകും എന്ന് സമരസമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരസമിതിക്ക് LDF-ൻ്റെയും CPM-ൻ്റെയും പിന്തുണയുണ്ടെന്നുള്ള കാര്യം സമരസമിതി തന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 13 തവണ അവിടെ ഒരു കുടിയൊഴിപ്പിക്കലിനുള്ളൊരു നീക്കം നടന്നിരുന്നു. പക്ഷേ അതിനെ ജനങ്ങൾ പ്രതിരോധിച്ചു. പ്രദേശവാസികളും CPIM-ഉം മുന്നിൽ നിന്ന് പ്രതിരോധിച്ചു. അതിനെ തുടർന്ന് പോലീസിന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ സർക്കാർ, UDF സർക്കാർ അധികാരത്തിലെത്തി ഉടനെ തന്നെ ആ കേസിൽ തുടർ നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് വലിയ തോതിലൊരു ആക്ഷൻ നടത്തി. ആ ആക്ഷനിലാണ് കുറേ ആളുകൾക്ക് പരിക്കേറ്റത്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വന്നു. അതിലേതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കടുത്ത നടപടി ഇപ്പോൾ ഉടൻ വേണ്ട എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ സമാന്തരമായി ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നത് ഈ ആളുകളെ പുനരധിവസിപ്പിക്കും, മറ്റൊരിടത്ത് വീടും സ്ഥലവും കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഉന്നതിയിലെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നത്, അവർ തലമുറകളായി 100-ലധികം വർഷങ്ങളായി അവിടെ അധിവസിക്കുന്നവരാണ്, താമസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി തന്നെ പതിച്ചു നൽകണം. അതിന് ചെയ്യേണ്ടത് സർക്കാർ ഇതിലൊരു റീസർവേ നടത്തി അതിൽ തുടർ നടപടികളിലേക്ക് കടക്കണം. ഏതൊക്കെ പ്രദേശം പുറമ്പോക്കുണ്ട്, ഞങ്ങൾ പുറമ്പോക്കിൽ കുടിയേറി പാർത്തവരാണ്, അത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തലമുറകൾക്ക് മുമ്പേ കുടിയേറി പാർത്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടയത്തിന് അവകാശമുണ്ട്. അതാണ് ഈ പാരിയത്തുകാവിലെ ഈ ഉന്നതിയിലെ 8 കുടുംബങ്ങളുടെ പോയിന്റ്. അതാണ് കോടതിയിലെത്തിയതും. പക്ഷേ ഈ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉടമയ്ക്ക് അനുകൂലമായി കോടതി വിധിച്ചു. അതൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. പക്ഷേ കഴിഞ്ഞ സർക്കാർ അതിൽ സർവേ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. സർവേ നടപടികൾ ഏറെ പുരോഗമിച്ചിരുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരികയും സർക്കാർ മാറുകയും പുതിയ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത്. പക്ഷേ പുതിയ സർക്കാർ, VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അവരെ മറ്റൊരിടത്ത് മാറ്റിപ്പാർപ്പിക്കാമെന്നുള്ളതാണ്. പക്ഷേ അതിന് ഇവർ തയ്യാറല്ല. അപ്പം ഇഷ്യൂ വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ചെറിയ സാവകാശം കിട്ടിയിരിക്കുന്നത് 16-ാം തീയതി വരെ. അല്ലെങ്കിൽ നാളെ ഒരു ആക്ഷൻ പോലീസ് പ്ലാൻ ചെയ്തിരുന്നു. കാരണം മുൻസിഫ് കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സബ് കളക്ടർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാകുമായിരുന്നു, ഒരു സംഘർഷം ഉണ്ടാകുമായിരുന്നു, അവർ പ്രതിരോധിക്കുമായിരുന്നു. CPIM ആ പ്രതിരോധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഒരു സംഘർഷ സാധ്യത
തൽക്കാലത്തേക്ക് അയഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറയാം. പക്ഷേ 16-ന് ശേഷം ഈ ഇഷ്യൂ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ പോസിറ്റീവായ നിലപാടെടുത്ത് അവിടെ സർവേ നടത്തി സർവേയിൽ പുറമ്പോക്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന പുറമ്പോക്കാണെങ്കിൽ പുറമ്പോക്ക് അവർക്ക് പതിച്ചു നൽകാനുള്ള നടപടികൾ, പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ മുടങ്ങിയിരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാശ്വാസം താൽക്കാലികമായി ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. ശരി, പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കെതിരെയുള്ള സാവകാശം ഈ മാസം 16 വരെ നീട്ടിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടേതാണ് നടപടി. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് നൽകിയത്.